ശാലുവ എവിടെ പോവാ? ഒരു യാത്രയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് ആ യാത്രയിൽ ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു കൊടൈക്കനാൽ ട്രിപ്പായിരുന്നു പ്രാവശ്യത്തെ. അങ്ങനെ 2 കാറിൽ മുമ്പും പുറകും പിടിച്ച് ഏറ്റുമാനൂർ, അയർക്കുന്നം, പൊൻകുന്നം, പിന്നെ നേരെ മുണ്ടക്കയം, അവിടുന്ന് നേരെ ചുരം കയറിയൊരു ഒറ്റവിടലായിരുന്നു. ഒരു യോൺ ഒരു മറാസോ, ഈ 2 വണ്ടിയിലായിരുന്നു കേട്ടോ ഞങ്ങൾ 15 പേരുടെ പോക്ക്. വെളുപ്പിനെ 4 മണിക്ക് ഇറങ്ങിയതാണ്. 4 മണി 4:30 ആ സമയത്താണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അവിടുന്ന് നേരെ ഇറങ്ങി ചെറിയൊരു വെളുപ്പായപ്പോൾ ഞങ്ങൾ ചുരം കയറാൻ തുടങ്ങി. അത്യാവശ്യം തണുപ്പുണ്ട്. ചുരം കയറുമ്പം ഈ സമയമായതുകൊണ്ട് വെളുപ്പിനെ അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ. ജനുവരി ആദ്യമല്ലേ, അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. അതിങ്ങനെ കയറി വേറെ വണ്ടികളൊക്കെ നല്ല കുറവുള്ള സമയമാണ്. കുറച്ചുകൂടെ സമയം വെളുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കുള്ള റോഡാണ് കേട്ടോ. നമ്മൾ ഈ സമയം ആയതുകൊണ്ടാണ്. അവിടെ നിന്ന് നേരെ നമ്മൾ തേയിലകളുടെ നാടായ പീരുമേട്ടിലെത്തി. ആദ്യത്തെ തേയില എസ്റ്റേറ്റുമൊക്കെ കണ്ട് എല്ലാവരും കൂടെ ഇറങ്ങി കേട്ടോ. 2-3 മണിക്കൂറത്തെ യാത്രയായി. എല്ലാവരും അത്യാവശ്യം ഇരുന്ന് ഇടപാട് തീർന്നിറങ്ങിയ സമയമാണ്. പിന്നെ അവിടെ ഫസ്റ്റ് തേയിലത്തോട്ടം കണ്ടപ്പോൾ എല്ലാവർക്കും ഫോട്ടോ എടുക്കണം, പിന്നെ നൈസായിട്ട് ചായ കുടിക്കാം, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയതാണ്. കുഞ്ഞുങ്ങളെല്ലാം ഭയങ്കര ഹാപ്പി കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ കൂടി കേട്ടോ എല്ലാവരും കൂടി ഇങ്ങനെ ഒരു ട്രിപ്പ്. കുറേ വർഷമായി, കുറേ വർഷമായി നമ്മൾ കുറേ നാൾ കൂടി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതാണ്. ഒന്നും നടക്കുന്നില്ല. ഓരോ പ്രാവശ്യവും ഓരോരോ കാര്യങ്ങൾ കൊണ്ട് വിട്ടു പോകാനും. ഇപ്രാവശ്യം ഉറപ്പായിട്ട് ഈ ട്രിപ്പിന് പോകണമെന്നും പറഞ്ഞ് എല്ലാവരും കച്ചകെട്ടി ഇറങ്ങിയതാണ്. പിന്നെ നൈസായിട്ട് ചെറുകടിയൊക്കെ കഴിച്ച് എല്ലാവരും ആ ഒരു രാവിലത്തെ ഒരു തണുപ്പുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുമായിരുന്നു. അപ്പം കുറച്ച് ഇവിടെ നിന്ന് എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. അത്യാവശ്യം ഈ സമയമായപ്പോഴേക്കും വണ്ടി അത്യാവശ്യം തിരക്കാകാൻ തുടങ്ങി. തണുപ്പായതുകൊണ്ട് തന്നെ യൂറിൻ പാസ് ചെയ്യുന്ന സ്ഥലത്തെല്ലാം ഭയങ്കര തിരക്കാട്ടോ. എങ്ങും ക്യൂ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ വീട്ടിൽ നിന്നേ അവശയായ ഒരു കുട്ടിയുണ്ട്. അവൾക്ക് AC യും തണുപ്പൊന്നും പറ്റത്തില്ല. അവൾ ഓൾറെഡി വീട്ടിൽ നിന്നേ അവശയായി വന്നതാണ്. പിന്നെ ബാക്കിയുള്ള എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഫോട്ടോ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഒരാളൊഴിച്ച് ബാക്കി എല്ലാവരും വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഒരാൾ വണ്ടിക്കകത്ത് സൈഡായി കേട്ടോ. ഇനി അവൾ അവിടെ ചെല്ലണം. അവിടെ ചെന്ന് വെളിയിലിറങ്ങിയാലേ ഉള്ളൂ അവൾ റെഡിയാവുള്ളൂ. പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരം നിന്നതിന് ശേഷം പിന്നെയും ചുരം കയറി ഇറങ്ങുകയാണ്. കുമളിയിൽ നിന്ന് താഴോട്ട് ഇറങ്ങുകയാണ്. കുമളി നല്ല രസമായിരുന്നു. ഒത്തിരി നാളായി ഇതിലേ വന്നിട്ട്, ഒത്തിരി വർഷമായി ഇതിലേ വന്നിട്ട്. ചുരത്തിൽ കൂടെ വണ്ടി ഓടിക്കുക എന്നുള്ളത് ഒരു രസമാണ്. നമ്മൾ നോർമൽ ഹൈവേ കൂടെ ഓടിക്കുന്നതിനേക്കാളും അത്യാവശ്യം വണ്ടി ഓടിക്കുന്നവർക്കറിയാം ചുരമൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് ഇത് വണ്ടി ഓടിക്കാനുണ്ട്, അല്ലെ നമ്മളൊരു ഡ്രൈവറാണ് എന്നൊരു ഫീൽ ചെയ്യുന്ന. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചുരമൊക്കെ ഇറങ്ങുകയും കയറുകയൊക്കെ ചെയ്യുമ്പോഴാണ് കേട്ടോ. അല്ലാത്ത നമ്മൾ ഹൈവേ കൂടെ ഓടിക്കുമ്പോൾ നമുക്കൊരു ആ ഒരു ഫീൽ അങ്ങോട്ട് കിട്ടത്തില്ല. അതങ്ങനെയാണ്. പിന്നെ അത്യാവശ്യം വലിയ വണ്ടിയൊക്കെ വരാൻ തുടങ്ങി. ഈ സമയം നേരം വെളുത്തു കേട്ടോ. നേരം വെളുത്ത ആ സമയം അത്യാവശ്യം വണ്ടിയൊക്കെ ആയി, തിരക്കാവുന്നു. ഈ സമയം നമുക്ക് അടിവാരത്തെത്തണം. അടിവാരത്തെത്തിയാലേ ഉള്ളൂ ഇനി പരിപാടി നടക്കുകയുള്ളൂ. കാരണം അല്ലെങ്കിൽ ഇനി തിരക്ക് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. നമുക്ക് സമയം ഒത്തിരി പൊക്കോണ്ടിരിക്കും. കുറച്ചുകൂടെ നേരം പെട്ടെന്ന് ഞങ്ങൾ വിട്ടിറങ്ങിയതാണ്. ഞങ്ങളുടെ ഫ്രണ്ടിലൊരു ലോറി കിടന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. പുള്ളി അത്യാവശ്യം നല്ല വലിയ വണ്ടി ആയതുകൊണ്ട് തന്നെ ഇവനെ ഓവർടേക്ക് ചെയ്യാനുള്ള ഇടയും കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ കുറേ നേരമായിട്ട് ഇവൻ്റെ പുറകെ പിടിക്കുക. എങ്ങനെയെങ്കിലും ഇവൻ്റെ ഫ്രണ്ടിൽ കയറിയില്ലെങ്കിൽ പണിയാകും, സമയം വെറുതെ പോകുന്നുള്ള കാരണം ഒരു ഗ്യാപ്പ് കിട്ടാൻ വേണ്ടി നോക്കി നിൽക്കുമായിരുന്നു. കുറച്ചായി എല്ലാ വണ്ടികളും നോക്കുന്നുണ്ട് ഇവൻ്റെ ഫ്രണ്ടിൽ കയറാൻ. അവനാണെങ്കിൽ അത്യാവശ്യം വിടലാണ്, എന്നാലും ഫ്രണ്ടിൽ കയറി കഴിഞ്ഞാൽ കുറച്ചുകൂടെ പെട്ടെന്ന് എത്താലോ എന്നോർത്ത് പുറകെ നിൽക്കും കേട്ടോ. അപ്പോൾ അതാണ്ട് കിടക്കുന്ന നമ്മുടെ സ്വന്തം മുല്ലപ്പെരിയാറിൻ്റെ പൈപ്പ്. എത്ര കണ്ടാലും പിന്നെയും ഇത് കാണുമ്പോൾ ഒരു കൗതുകമാണ്. പിന്നെ അവിടെ വണ്ടിയൊന്നും നിർത്താൻ പറ്റില്ല, ചുരമാണ്, പണി കിട്ടും. അതുകൊണ്ട് വീഡിയോ എടുത്തങ്ങ് പോയി. ദാണ്ട കിടക്കുന്നു അവിടെ അടിപൊളി ഒരു പണി.
2 ലോറിയാട്ടോ. പിന്നെ നൈസായിട്ട് കുറച്ച് സമയം അവിടെ മെനക്കേടായിരുന്നു. പിന്നെ അത് കയറിപ്പോയി കേട്ടോ. ഇത് ചുരത്തിലെ സ്ഥിരം കാഴ്ചയാണ്. 2 വലിയ കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ വിട്ടുപോകും. അങ്ങനെ കുറേ സമയം അവിടെ കിടന്നതിന് ശേഷം ഫ്രണ്ടോട്ട് പോയി. ഇപ്പോഴും ഞങ്ങൾ ലോറിയുടെ പുറകിലാണ്. കയറാൻ പറ്റിയിട്ടില്ല. അങ്ങനെ മാക്സിമം ശ്രമിച്ചു, ഒരു രക്ഷയില്ല. വഴി അങ്ങോട്ട് നമുക്ക് കയറിപ്പോകാൻ പാകത്തിന് കിട്ടുന്നേ ഇല്ല. പിന്നെ കുറേ നേരം അങ്ങനെയൊന്ന് കയറിപ്പോകുന്നിടം വരെ പോട്ടെ. ഏതാണ്ട് അതിൻ്റെ ഇടയിൽ കുരങ്ങച്ചന്മാരൊക്കെ കാണാൻ തുടങ്ങി. പിള്ളേരൊക്കെ എണീറ്റ് വരുന്നേ ഉള്ളൂ. ഉറക്കമായിരുന്നു കുറേ പേര് കാറിൻ്റെ അകത്ത്. വിളിച്ച് കാണിക്കുന്നതിന് മുമ്പ് കുരങ്ങന്മാരെല്ലാം ഓരോ സൈഡിൽ പോയി കേട്ടോ. പിന്നെ അങ്ങനെ അവൻ്റെ പുറകിൽ നിന്ന് ഞങ്ങൾ ഒരു വിധത്തിൽ അടിവാരത്തെത്തി. അവിടുന്ന് നേരെ തമിഴ്നാട് റോഡ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല കേട്ടോ. കയറ്റവും ഇല്ല, ഇറക്കവും ഇല്ല, ഒറ്റ വിടൽ. ഈ റോഡൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ ചില റോഡൊക്കെ എടുത്ത് തോട്ടിക്കളയാൻ തോന്നുന്നത്. എന്ന് പറഞ്ഞ് കേരളത്തിൽ റോഡ് മോശമാണെന്നല്ല കേട്ടോ, അങ്ങനെയല്ല പറഞ്ഞ്. ഇവന്മാരുടെ ഒരു ഭൂപ്രകൃതിയുടെ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, കയറ്റവും ഇല്ല ഇറക്കവും ഇല്ലാത്ത കുറേ വഴികൾ. രസമാണ്. അവർക്കൊത്തിരി സ്ഥലം ഉള്ളതുകൊണ്ട് തന്നെ വഴി എത്ര വീതിക്ക് വേണേലും പണിതിടാം. ആ ഒരു സെറ്റപ്പ് അവർക്കുണ്ട്. അതവരുടെ ഭൂപ്രകൃതിയുടെയും കൂടെ ഗുണമാണ്. അല്ലാതെ നമ്മുടെ പാവയ്ക്ക പോലിരിക്കുന്ന കേരളത്തിലെ അതുപോലെ വഴി വേണം, അതുപോലെ വീതി വേണം എന്നൊക്കെ ഉദ്ദേശിച്ചാൽ ചിലപ്പം നടക്കത്തില്ല. ഇനി ഈ വഴി മുഴുവൻ തോട്ടങ്ങളാണ് കേട്ടോ. തെങ്ങുംതോപ്പും റോസാപ്പൂവും ജമന്തിയും മറ്റേ നമ്മുടെ കോണും നിലക്കടലയും എന്തെല്ലാമോ. പിന്നെ വാഴയുണ്ട്. വാഴ അവരുടെ എനിക്ക് തോന്നുന്നു ഇലയ്ക്ക് വേണ്ടിയുള്ള വാഴയാണെന്ന് തോന്നുന്നു. ഇഷ്ടംപോലെ തോട്ടമാണ്. കമ്പായി കഴിഞ്ഞാൽ ഇനിയിപ്പം മുന്തിരിത്തോട്ടവും അങ്ങനെ ഒത്തിരി മുന്തിരിത്തോട്ടം. പിന്നെ വേറെന്തൊക്കെയോ പൂക്കളുണ്ട് കേട്ടോ. ഇവരുടെ പൂക്കളുടെ പരിപാടി ഭയങ്കര സെറ്റപ്പാണ്. ഇവിടെ മുന്തിരിത്തോട്ടമുണ്ട്. ഇടത് സൈഡിൽ ഒത്തിരി മുന്തിരിത്തോട്ടമുണ്ട്. കമ്പം എത്തി. ഏകദേശം നമ്മൾ സ്ഥിരം കയറുന്ന ഒരു മുന്തിരിത്തോട്ടമുണ്ട് കേട്ടോ. അവിടെ കയറി ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് മുന്തിരിയൊക്കെ നൈസായിട്ട് മേടിച്ചുകൊണ്ട് പോകാനുള്ള സെറ്റപ്പാണ്. ഈ കമ്പന്തേരി റൂട്ട് ഒരു രക്ഷയില്ലാത്ത രസമാണ് കേട്ടോ. ഭയങ്കര രസമാണ്. ഇവിടെ ഇത് തന്നെ പബ്ജിക്കകത്ത് അപ്പാർട്ട്മെൻറ്റ് പോലെ എന്തോ. ഇനി KCBയുടെ എന്തോ സെറ്റപ്പാണോ, അതിന് വല്ല ഫ്ലാറ്റോ വല്ല മണന്നിട്ടാക്കുന്നതാണോ ഒന്നും അറിയത്തില്ല. ഇത് ഞാനിങ്ങനെ നേരത്തെ വന്നപ്പോൾ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ സ്ഥിരം കയറുന്ന മുന്തിരിത്തോപ്പിൻ്റെ അവിടെ എത്തി. ഇവിടെ ഇതിപ്പം അത്യാവശ്യം ഇവിടെ ഫോട്ടോ എടുക്കാനും മുന്തിരിത്തോട്ടം മുന്തിരി മേടിക്കാനും ഒക്കെ ഉള്ളൊരു സെറ്റപ്പിൽ അവന്മാർ സെറ്റാക്കി വെച്ചേക്കുന്ന കേട്ടോ. എനിക്ക് തോന്നുന്നു മുന്തിരി ഒരു വിളവെടുക്കുന്നത് കുറേ തോട്ടങ്ങളും ഫോട്ടോ എടുക്കാനും ആൾക്കാർക്ക് കയറാനും വേണ്ടി മാത്രം ഒരു തോപ്പും അവരുണ്ടാക്കിയിട്ടിട്ടുണ്ട്. അത് ഭയങ്കര സെറ്റപ്പിൽ അവന്മാർ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമാണ്. ഇവിടെ വരുമ്പോൾ എപ്പോഴും എല്ലാവരും ഇവിടെ വന്ന് കയറിയിട്ടാണ് പോകുന്നത്. കമ്പ ഇറങ്ങുന്നവർ ഇവിടെ കയറാതെ പോകാറില്ല. ഒരു 99.9% ആൾക്കാർ ഇതിൻ്റെ അകത്ത് കയറി കുറേ ഫോട്ടോയൊക്കെ എടുത്ത് കുറേ മുന്തിരിയൊക്കെ മേടിച്ച്, ചിലർ വൈനൊക്കെ അതിൻ്റെ ആഫ്റ്റർ പ്രൊഡക്റ്റ് ഒത്തിരി ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്ത്. അതെല്ലാം മേടിച്ചിട്ടാണ് പോകാറ്. പച്ചമുന്തിരി എനിക്ക് തോന്നുന്നു ഇത് പൂക്കുന്നിടം തൊട്ട് അതിൻ്റെ അകത്ത് എല്ലാ സെറ്റപ്പും ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. അത് മുന്തിരി ചെറുതായിട്ട് പൂ ഇടുന്നതും പിന്നെ ചെറിയ പച്ചമുന്തിരിയും പിന്നെ പാകമായ പഴുത്ത മുന്തിരിയും എല്ലാ സെറ്റപ്പും എല്ലാം അവിടെ തന്നെ കാണാം നമുക്ക്. മലയാളികളെ അവർക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടായിരിക്കും മലയാളികൾക്ക് പ്രത്യേകമായിട്ട് ഇൻസ്ട്രക്ഷനൊക്കെ തരുന്നുണ്ട് കേട്ടോ. മുന്തിരി പറിക്കല്ലേ, പറിച്ചാൽ 500 രൂപയാണ്. എനിക്ക് തോന്നുന്നു നേരത്തെ വന്നവരെല്ലാം ഓരോരോ കൊപ്പര ഒപ്പിച്ചിട്ട് പോയതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കാം അത്. അങ്ങനെ പിള്ളേരെയൊക്കെ കയ്യിലെടുത്തിട്ടുണ്ടെങ്കിൽ സൂക്ഷിച്ചോണം. പറിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെട്ടുപോകും. അതും ഇവന്മാരെല്ലാം ഞാൻ നിലത്തിറക്കി നടത്തുമായിരുന്നു. കാരണം പൊക്കി കയ്യിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ 8ൻ്റെ പണി കിട്ടും. അവർ പിള്ളേർ പറിച്ചെടുക്കും. പിന്നെ നമ്മളതിൻ്റെ പുറകെ നിൽക്കണം. എനിക്ക് തോന്നുന്നു അങ്ങനെ പിള്ളേരൊക്കെ പറിച്ചാലൊന്നും അവർ പറയുന്നേ ഉള്ളൂ. അങ്ങനെ സ്ട്രിക്റ്റ് അല്ലെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കാരണം ഇത് പറിക്കാതിരിക്കാൻ വേണ്ടി അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. ഞാനോടെങ്കിലും മേടിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. നമ്മളെ എന്നപ്പം പിള്ളേരെല്ലാം നിലത്ത് നിർത്തിയേക്കുമായിരുന്നു. കാരണം നമ്മൾ കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേർ ഓൾറെഡി എല്ലാവരും പറിക്കും. പിള്ളേർക്കറിയത്തില്ലല്ലോ ഇത് പറിച്ചു കഴിഞ്ഞാൽ 500 രൂപ ഫൈൻ കൊടുക്കണം, അങ്ങനെ സെറ്റപ്പ് എന്നൊക്കെ. അതുകൊണ്ട് എല്ലാവരെയും നിലത്തിറക്കി നിർത്തിയാണ് കൊണ്ടുപോയത്. അപ്പം ഫോട്ടോ എടുക്കുന്ന സ്ഥലത്തോട്ട് അത്യാവശ്യം കറങ്ങി വരണം കേട്ടോ. അപ്പം അപ്പുറത്തെ സൈഡിലൊക്കെ അവർ വിളവെടുക്കുന്ന സമയമാണ്. കുറേ തോട്ടങ്ങളിൽ അവർ വിളവെടുക്കുവാണ്. ഒരൊറ്റത്തോട്ടം മാത്രമാണ് ഈ നമുക്ക് കയറി കാണാനുള്ള സെറ്റപ്പുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം അവർ അടച്ചേക്കുക. അവർ തന്നെ കെട്ടി അടച്ചിട്ടുണ്ട്. അങ്ങോട്ട് മാത്രമുള്ള വഴി മാത്രമേ തുറന്നിട്ടിട്ടുള്ളൂ. നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒത്തിരി ആളുണ്ട്, അത്യാവശ്യം ആളുണ്ടായിരുന്നു അതിൻ്റെ അകത്ത്.
ആ ഒരു തോട്ടത്തിൻ്റെ അകത്ത് പറിക്കാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ അകത്തുനിന്ന് പറിക്കുന്നില്ല, മുന്തിരി പറിക്കുന്നില്ലെന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ അവിടെ പൊഴിഞ്ഞും കിടപ്പുണ്ട്, ഇഷ്ടംപോലെ ഉണങ്ങി കുറേ എല്ലാം വെയിലേറ്റ് വാടിയും കുറേ കിടപ്പുണ്ട് അവിടെ. ഇതിപ്പം ഈ അങ്ങോട്ട് പോകുന്ന വഴിക്കുള്ള മുന്തിരിയെല്ലാം ഇങ്ങനെ പൂത്ത് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെ പൂ ഇട്ടതും ചെറിയ മുന്തിരി, ചെറിയ പച്ചമുന്തിരി ആയി കിടക്കുന്നതൊക്കെ ആയിട്ടുള്ള മുന്തിരിയാണ്. ശരിക്കും ഇതിൻ്റെ അകത്ത് കയറുന്നവർ ഇത് നേരിട്ട് കാണുന്നതിനേക്കാളും കൂടുതൽ എല്ലാവരും ഫോട്ടോ എടുക്കുക. എനിക്ക് തോന്നുന്നു അവർ നേരിട്ട് കാണുന്നതിനേക്കാളും കൂടുതൽ ഫോട്ടോയിൽ കൂടെ ഇത് കാണുന്നത്, ഫോണിൻ്റെ അകത്തൂടെ ഇത് കാണുന്നതെന്ന് തോന്നുന്നു. കാരണം എല്ലാവരും മൊബൈലിലാണ് കേട്ടോ, എല്ലാവരും ഫോട്ടോ എടുക്കുക. കാരണം നേരിട്ടാരും കണ്ട് ആസ്വദിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. എല്ലാവരും മൊബൈലിലാണ്, അതായത് നമ്മൾ ഉൾപ്പെടെ എല്ലാവരും മൊബൈലിൽ കൂടെയാണ് ശരിക്കും ഇത് കണ്ടത്. കാരണം എല്ലാവരും തന്നെ ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനും ഉള്ള ഒരു സെറ്റപ്പിലാണ്. ശരിക്കും ഫോൺ വന്നതിന് ശേഷം അങ്ങനെ ഒരു വിഷയമുണ്ട്, നമ്മൾ നേരിട്ട് കാണുന്നതിനേക്കാളും കൂടുതൽ ഫോണിൻ്റെ അകത്തൂടെ ഉള്ള കാഴ്ചകൾ നമുക്ക് കൂടുതൽ. അത് കുറേ പഴുത്ത് കിടക്കും കേട്ടോ മിക്കതും. അതിൻ്റെ അകത്ത് നമ്മൾ കയറിയതിൻ്റെ അകത്ത് 90%, 99% പഴുത്ത് കിടക്കുന്ന മുന്തിരികളാണ്. പിന്നെ കുറേ എണ്ണം അവിടെ പൊഴിഞ്ഞ് കിടപ്പുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് ഹാർവെസ്റ്റ് ചെയ്യുന്ന സ്ഥലമല്ലെന്ന് തോന്നുന്നു. നമുക്ക് ഫോട്ടോ എടുക്കാനും എല്ലാവർക്കും കയറി കാണാനും വേണ്ടി മാത്രമുള്ള സെറ്റപ്പാണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ കുറേ എണ്ണം പൊഴിഞ്ഞ് കിടപ്പുണ്ട്, പിന്നെ കുറേ എണ്ണം ഉണങ്ങിപ്പോയിട്ടുണ്ട്. ഇവിടുന്ന് അവർ പറിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയത്തില്ല കേട്ടോ. ഇത് നിലവിലത് വിളവെടുക്കാറായതാണ്, നിലവിൽ പറിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ അകത്ത് നമ്മൾ കുറേ നേരം എല്ലാവരും ഫോട്ടോ എടുത്തും കറങ്ങി നടന്നും എല്ലാം ഒത്തിരി സമയം അതിൻ്റെ അകത്ത് ചിലവഴിച്ചു കേട്ടോ. ചുമ്മാ മടുപ്പ് തോന്നുമ്പം ജസ്റ്റ് കുമളി കയറി കമ്പം കാണുക, നൈസാണ്, നൈസ് പരിപാടി. അവിടുന്ന് പിന്നെ നേരെ തേനി സൈഡ് പിടിച്ചു. അവിടുന്ന് ലെഫ്റ്റ് എടുത്ത് ഞങ്ങൾ കൊടൈക്കനാലിനുള്ള ചുരം കയറാൻ തുടങ്ങി. അവിടെ ഈ ടിക്കറ്റോ അങ്ങനെ എന്തോ സംഭവമൊക്കെ അവിടെ എടുക്കണം കേട്ടോ. ഈ ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മളെ വണ്ടിയിൽ എത്ര പേരുണ്ട്, എപ്പോൾ തിരിച്ചു വരും, അങ്ങനെയുള്ള കുറേ പരിപാടിയെല്ലാം അവിടെ പറഞ്ഞ് ഏൽപ്പിക്കണം. എന്നിട്ട് അവരൊരു മൊബൈലിൽ തന്നെ നമുക്കൊരു ഈ ടിക്കറ്റ് ആക്കി തരും. അത് മുകളിൽ കാണിക്കാനാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നിലവിൽ ഞാൻ അതെങ്ങും കാണിച്ചില്ല കേട്ടോ. ഞങ്ങൾ തിരിച്ചു വരുന്നവരെ അതെങ്ങും കാണിച്ചിട്ടില്ല. കാരണം ഇനിയിപ്പോൾ അത്യാവശ്യം എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കാണിക്കാൻ വേണ്ടി ആയിരിക്കാം, നമുക്കറിയത്തില്ല. നമ്മളോട് നിലവിൽ അതാരും ചോദിച്ചിട്ടില്ല. അപ്പോൾ അത് കയറി നിലവിലിപ്പം ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. കൊടൈക്കനാലിലെ ചുരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സൈഡ് നല്ല വീതി ഉണ്ടായിരിക്കും, ചില ഏരിയയിൽ ചില സൈഡ് തീരെ വീതി കുറവായിരിക്കും. അപ്പം നമ്മൾ വീതിയുള്ള സൈഡിലെ സ്പീഡ് മാക്സിമം എടുത്തിട്ട് കുറവുള്ള സൈഡ് വരുമ്പം നൈസായിട്ട് ഒതുങ്ങിപ്പോകും കേട്ടോ. അല്ലെ നല്ല പണിയാണ്. കാരണം നമ്മളറിയത്തില്ല, സ്ഥിരം വണ്ടി ഓടിച്ച് പരിചയമില്ലാത്തവരാണെങ്കിൽ പെട്ടുപോകും. അപ്പോൾ നമ്മൾ വന്ന സ്പീഡിൽ തന്നെ എല്ലാ റോഡും തന്നെ എടുക്കുമ്പം ഒത്തിരി റിസ്ക്കാണ് കേട്ടോ. ചില സൈഡിലൊക്കെ നമുക്ക് ഈ കെട്ട് പോലും കാണത്തില്ല, അങ്ങനത്തെ വഴിയുണ്ട് അവിടെ. അങ്ങനെ ഞങ്ങൾ ഒരു ഏകദേശം വൈകുന്നേരമായി, ഞങ്ങളൊരു 4-4:30 വൈകുന്നേരം ആയപ്പം കൊടൈക്കനാലിൽ ചുരം കയറാൻ തുടങ്ങിയതാണ്. ശരിക്കും ഇത് ഓഫ് സീസണാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. കാരണം ഇതിപ്പം അത്യാവശ്യം നല്ല തണുപ്പുള്ള സമയമെന്നാണ് പറയുന്നത്. അറിയില്ലായിരുന്നു, ഞങ്ങളിത് കയറിയതാണ്. ഓഫ് സീസണാണ്, ഈ സമയമാണ്. നമ്മൾ പെട്ടെന്ന് ഒറ്റ മൈൻഡ് പോക്കാണ്, പ്ലാനിങ് ഒന്നുമില്ല. എല്ലാവരും കൂടെ പോകാമെന്ന് പറഞ്ഞു, ഒറ്റ പോക്ക്. ഇടയ്ക്ക് ഞങ്ങൾ തമിഴ്നാട് താഴെ വെച്ച് അടിവാരം കഴിഞ്ഞപ്പോഴേ ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചായിരുന്നു. ഞങ്ങൾ ഫുഡെല്ലാം ഉണ്ടാക്കിയാണ് കഴിച്ചത്. ഉച്ചക്കത്തെ പരിപാടിയെല്ലാം രാവിലത്തെ ഫുഡ് ഞങ്ങൾ കൊണ്ടുപോയായിരുന്നു. എല്ലാവർക്കും തമിഴ്നാട്ടിലെ ഫുഡ് പിടിക്കാൻ കുറച്ച് പ്രയാസമാണ് കേട്ടോ. എല്ലാവരും ഞങ്ങളൊക്കെ അഡ്ജസ്റ്റഡ് ആണ് ഓൾറെഡി, പക്ഷേ എല്ലാവർക്കും അത് അഡ്ജസ്റ്റഡ് അല്ല. വണ്ടിയിൽ 15 പേരുണ്ടെങ്കിൽ ഒരു പകുതി ആൾക്കാർക്കും ആ ഫുഡ് അഡ്ജസ്റ്റഡ് അല്ലാത്ത കാരണം ഞങ്ങൾ രാവിലത്തെ ഉണ്ടാക്കിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഉച്ചക്കത്തെ ഞങ്ങൾ അവിടെ ഒരു തെങ്ങുംതോപ്പ് പോലൊരു സ്ഥലം ഉണ്ടായിരുന്നു, അവിടെ വെച്ച് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കി സെറ്റാക്കി കഴിച്ചിട്ടാണ് ഞങ്ങൾ ചുരം കയറുന്നത്. അപ്പോൾ ഏകദേശം ഒരു 3 മണിക്ക് ശേഷമാണ് ഞങ്ങൾ കഴിച്ചത് കേട്ടോ. 3-3:30 കഴിച്ചപ്പോൾ. അവിടെ ഒരു അടിപൊളി ഡാമുണ്ട് കേട്ടോ. പക്ഷേ അവിടെ ഒന്നും വണ്ടി നിർത്തി കാണാനുള്ളൊരു സെറ്റപ്പ്, വ്യൂ പോയിൻ്റ് ഒന്നും അവിടെ കൊടുത്തിട്ടില്ല. അവിടെ ഒരു ഡാമുണ്ട് ശരിക്കും, നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണ് കേട്ടോ. പക്ഷെ അത് നിർത്തി ഇവിടെ നിന്ന് കാണാനുള്ള സെറ്റപ്പില്ല, കാരണം വഴിക്ക് വീതി വളരെ കുറവാണ്. അപ്പോൾ ഞങ്ങൾ നിന്ന് കണ്ടില്ല, ജസ്റ്റ് വീഡിയോ എടുത്തങ്ങ് പോവുകയാണ് ചെയ്തത്. പിന്നെ ഇവിടെ കണ്ടൊരു വ്യൂ പോയിൻ്റായിട്ട് നമുക്ക് കയറി നിൽക്കാൻ പറ്റിയൊരു സ്ഥലം ഉണ്ടെന്ന് അവർ പറഞ്ഞായിരുന്നു. കുറേ നോക്കിയിട്ടും കണ്ടില്ല. അത് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഒരു വ്യൂ പോയിൻ്റ് കണ്ടു, പക്ഷേ അത് അവിടെ വെച്ച് കാണാൻ പറ്റുമെന്ന് നമുക്കറിയത്തില്ല. കാരണം മുഴുവൻ വണ്ടി കിടന്ന കാരണം നമുക്കവിടെ വണ്ടി നിർത്താനോ ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ. ആ ഡാം നമുക്ക് ഇവിടെ നിന്ന് ലോങ് സൈറ്റ് കാണാൻ പറ്റും. അത് ഒരു 2500 രൂപയുടെ എണ്ണയാണ് ആദ്യമേ അടിച്ചത്. എന്നിട്ട് നമ്മൾ പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് അടിക്കാം ആണല്ലോ നമുക്ക് ലാഭം. അതുകൊണ്ട് തമിഴ്നാട് ഇറങ്ങിയിട്ടാണ് ബാക്കിയുള്ള എണ്ണയെല്ലാം അടിച്ചത്. തിരിച്ച് വരുന്നവരെ തമിഴ്നാടിനടിച്ച് ഫില്ലാക്കിയാണ് വന്നത്. കുറച്ച്
ക്യാഷിൻ്റെ വ്യത്യാസം ഉള്ളതുകൊണ്ട് എല്ലാവരും അങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത്. അപ്പം നിലവിൽ അങ്ങനെ തന്നെയാണ് 2 വണ്ടിയും നമ്മൾ ഫില്ല് ചെയ്ത് വിട്ടത്. ഇവിടെ പോകുന്ന വഴി ഒത്തിരി കുരങ്ങുണ്ട് കേട്ടോ. നമ്മൾ കുരങ്ങിനെ പിള്ളേർക്ക് കാണിച്ചു കൊടുക്കാം എന്നുള്ളൊരു സെറ്റപ്പിൽ നിർത്തുമ്പോഴേക്കും അടുത്ത സ്ഥലം എത്തും. പിള്ളേർ കറങ്ങി തിരിഞ്ഞ് വരുമ്പോഴേക്കും കുരങ്ങും പോവും, അടുത്ത സ്ഥലമാണ് കേട്ടോ. ഇടയ്ക്ക് വണ്ടി ഇങ്ങനെ നിർത്താൻ പറ്റുന്ന സ്ഥലങ്ങൾ തീരെ കുറവാണ്. വീതി ഉള്ള സ്ഥലങ്ങളിലും ചുരമായതുകൊണ്ട് ആരും വണ്ടി അങ്ങനെ നിർത്തിയിട്ട് കണ്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളും അങ്ങനെ നിർത്തിയിട്ടില്ല കേട്ടോ. ഇത് നമ്മൾ ശരിക്കും കൊടൈക്കനാൽ എത്തുന്നതിൻ്റെ ആ ഫീൽ അറിയണമെങ്കിൽ യൂക്കാലി മരങ്ങളുടെ ഒരു സ്മെല്ലുണ്ട്. ഞാനൊരു 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പം കൊടൈക്കനാൽ വന്നിട്ടുള്ള കേട്ടോ. അപ്പം ആ ഒരു സമയത്തെ ഒരു നൊസ്റ്റാൾജി എനിക്ക് ആ സ്മെല്ല് കേട്ടപ്പോൾ ഫീൽ ചെയ്തത്. ശരിക്കും അന്നത്തെ ആ ഒരു ഫീല് കിട്ടുന്ന ആ ഒരു സ്മെല്ല് ഭയങ്കര കേട്ടോ. അത് അന്ന് പോയപ്പോഴും എനിക്ക് ആ സ്മെല്ലിൻ്റെ ഒരു ഭയങ്കര ഒരു ഫീലുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ആ സ്മെല്ല് കിട്ടിയപ്പോൾ ഭയങ്കര നൊസ്റ്റാൾജി ആയി. ഞങ്ങൾ റൂമൊന്നും ബുക്ക് ചെയ്തിട്ടില്ല, അവിടെ ചെന്നിട്ട് വേണം ബുക്ക് ചെയ്യാൻ വേണ്ടി. ഞാൻ ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ നോക്കിയതാണ്. പിന്നെ ഓഫ് സീസൺ ആയതുകൊണ്ട് അവിടെ റൂം കാണുമെന്നുള്ളൊരു വിശ്വാസത്തിൽ ഞങ്ങളങ്ങ് പോയതാണ്. അത് ശരിയായിരുന്നു. ഒരു 2-3 കിലോമീറ്റർ മുന്നേ തന്നെ ഏജൻറ്റുമാരുണ്ടായിരുന്നു റൂമിന് വേണ്ടി. അപ്പം നമ്മളതിൻ്റെ അകത്ത് ഒരാളുടെ പുറകെ പുള്ളി ബൈക്കിന് പോയി. നമുക്ക് റൂം കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സെറ്റാക്കാന്നുള്ള രീതിയിൽ പുള്ളി ഫ്രണ്ടേ പോയി. നമ്മളവരുടെ പുറകെ വന്നൊരു 2-3 കിലോമീറ്റർ, അതായത് കറക്റ്റ് കൊടൈക്കനാൽ ടൗണിൻ്റെ അകത്ത് തന്നെയാണ്. നിലവിൽ അവിടുന്ന് ഒരു ശക്കലം ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഒരു 500 അര കിലോമീറ്റർ പോലും വ്യത്യാസമില്ല. അവിടെ നമുക്കൊരു നല്ല റൂം കിട്ടി. 3500 രൂപയ്ക്ക് നമുക്ക് 3 മുറിയും ഒരു 15 പേർക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് കിട്ടിയായിരുന്നു. നമ്മളവിടെ താമസിച്ച് പിറ്റേന്ന് രാവിലെ ലേക്കിൻ്റെ അങ്ങോട്ടുള്ള പോക്കാണ്. ലേക്ക് പോയി ബോട്ടിങ്, സൈക്ലിങ്, ഹോഴ്സ് റൈഡിങ് ഇതെല്ലാം സെറ്റാക്കാനുള്ള പരിപാടിയാണ്. ഞാൻ പണ്ട് പോയപ്പം ഇതെല്ലാം കയറിയതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഓർമ്മ കൊണ്ട് അവിടെ ഭയങ്കര ഒരു നൊസ്റ്റാൾജിയ കിടപ്പുണ്ട്. അതെല്ലാം പിന്നെ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് അങ്ങോട്ട് തന്നെ പെട്ടെന്ന് രാവിലെ തുടക്കം തന്നെ അങ്ങോട്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊടൈക്കനാൽ ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ലേക്ക് ഇറങ്ങുക, ആ ഒരു സെറ്റപ്പാണ്. ഏറ്റവും അടുത്ത് കിടക്കുന്ന ലേക്ക് തന്നെയാണ്. അത് കഴിഞ്ഞാണ് ബാക്കിയെല്ലാം പോകുന്നത്. ലേക്കിൻ്റെ അങ്ങോട്ട് വന്നു. 1 വേ ആണ് അവിടെ. ഇപ്പം നിലവിൽ 1 വേ ആക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പണ്ടും 1 വേ ആയിരുന്നെന്ന് തോന്നുന്നു കേട്ടോ. വലിയ പിടുത്തമില്ല, പണ്ടും 1 വേ ആണെന്നാണ് തോന്നുന്നത്. ഓർമ്മ കിട്ടുന്നില്ല, ഒത്തിരി വർഷമായി. ഒരു 10-16 വർഷം മേളിലായിട്ടുണ്ട് വന്നിട്ട്. അപ്പോൾ അവിടെ വരുമ്പോഴേ നമ്മുടെ കുതിരയൊക്കെ അവിടെ നിൽപ്പുണ്ട്. അവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. ഏത് കുതിരയൊക്കെ ആകുമെന്ന് നമുക്ക് കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. അതുപോലെ കുതിരകൾ കിടപ്പുണ്ട് കേട്ടോ. ഒത്തിരി ഇഷ്ടംപോലെ കുതിരകൾ ആ സൈഡ് മുഴുവനുണ്ട്. പിന്നെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തു. നേരെ ലേക്കിൻ്റെ അതിലെ ഫസ്റ്റ് ബോട്ടിങ്ങിൽ കയറാമെന്നുള്ളൊരു സെറ്റപ്പാണ്. ബോട്ടിങ്ങിന് ഞങ്ങൾ 15 പേരുണ്ട്. അപ്പം 6 പേർക്ക് മറ്റേ ഒരൊറ്റ അവർ തന്നെ കൊണ്ടുപോകുന്ന ഒരു റോബോട്ടുണ്ട്. റോബോട്ടിൻ്റെ അകത്ത് 6 പേരും ബാക്കി എല്ലാവർക്കും കൂടെ പെഡൽ ബോട്ടിങ്ങാണ്. അതായത് 4 പേരുടെ 2 പെഡൽ ബോട്ടും ഒരു റോബോട്ടും എടുത്താണ് പോകേണ്ടത്. ഈ കാണുന്ന ബോട്ടാണ് റോബോട്ട്. അതിൻ്റെ അകത്ത് 6-7 പേർക്ക് ഇരിക്കാം. അപ്പം 5 വലിയവർക്കും 2 പിള്ളേർക്കും ഇരിക്കാം. അങ്ങനെയാണ് ഞങ്ങൾ സെറ്റ് ചെയ്ത് വിട്ടത്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പെഡൽ ബോട്ട് ചവിട്ടാൻ താല്പര്യമില്ലാത്തവരെല്ലാം ഞങ്ങൾ റോബോട്ടിൻ്റെ അകത്ത് കയറ്റി വിട്ടു. പിന്നെ 2 പിള്ളേരെ അതിൻ്റെ അകത്ത് കയറ്റി വിട്ട് ബാക്കി എല്ലാവരും പെഡൽ ബോട്ടിൽ സെറ്റായി. അങ്ങനെ ഒരു എത്ര രൂപയായെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു റോബോട്ടിന് 600 രൂപയും പെഡൽ ബോട്ടിന് 400 രൂപയാണെന്ന് തോന്നുന്നു. അതായത് 2 പെഡൽ ബോട്ട് വരുമ്പം 400, 800, ഒരു റോബോട്ട് വരുമ്പോൾ 600. അങ്ങനെ 1400 രൂപ ഏതാണ്ടാണ് നിലവിൽ ബോട്ടിങ്ങിനായത്. പിന്നെ ഹോഴ്സ് റൈഡിങ് വരുമ്പം ഒരാൾക്ക് 200 രൂപയാണെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു വലിയ ആളെയും കയറ്റും, ഒരു ചെറിയ ആളെയും കയറ്റും കേട്ടോ. ആ ഒരു സെറ്റപ്പാണ്. എല്ലാം അത്യാവശ്യം അവരോട് അതിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം ചോദിച്ചിട്ട് കാരണം കേട്ടോ. നമ്മുടെ നാടല്ല, അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവർ പെട്ടെന്ന് ക്യാരക്ടറൊക്കെ മാറാൻ സാധ്യതയുണ്ട്. പോയവർക്കറിയാം. അവിടെ ഓരോ സ്ഥാപനം നടത്തുന്നവർക്ക് ഓരോ സ്വഭാവമാണ്, വ്യത്യസ്ത സ്വഭാവമാണ്. സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ പ്രശ്നത്തിലായി പോകും. അവരോട് റേറ്റ് ചോദിക്കുന്നതും കാര്യങ്ങളും എല്ലാം. ഇനിയിപ്പോൾ സാധനം മേടിക്കാനാണെങ്കിൽ തന്നെ ബാർഗെയിൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിലും അവരൊരു വലിയ റേറ്റേ പറയുള്ളൂ. ഒരു സാധനത്തിൻ്റെ 3 ഇരട്ടി മേളിലുള്ള റേറ്റാണ് അവരെല്ലാത്തിനും പറയുന്നത്. കാരണം ഇവിടുന്ന് ഓൾറെഡി എല്ലാവരും ബാർഗെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരൊരു സാധനത്തിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ 3 ഇരട്ടി ആയിരിക്കും പറയുന്നത്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് നമുക്കത് വർത്താണോ എന്നുള്ളത് നോക്കിയിട്ട് വേണം മേടിക്കാൻ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ സേഫാണ് കേട്ടോ. ബോട്ടിങ്ങൊക്കെ സേഫാണ്. അതായത് കുഞ്ഞു പിള്ളേർക്ക് എല്ലാവർക്കും ലൈഫ് ജാക്കറ്റും എല്ലാ സെറ്റപ്പും ആ സെറ്റപ്പിലാണ് ബോട്ടൊക്കെ കയറ്റുന്നത്. എവിടെ കയറാൻ പോവാ?
പോവാ ശാലുവേ എവിടെ പോവാ? എവിടെ പോണേ? എവിടെ പോവാ? ബ്രോ ഇതാണ് മെക്കാനിസം എപ്പടി ചവിട്ടുക അങ്ങോട്ട് ബ്രോ വെയിറ്റ് ബ്രോ ബ്രോ സൈഡ് വലിയ സൈഡ് അത് അവിടെ അക്കച്ച് കയറിയില്ല. ப்ரோ இந்த போட்டோ எடுக்கும் பாடல்ல எழுந்த நின்று போட்டோ எடுக்கும் பாடல்ல உள்ள 2 வாட்டர் ஃபவுண்டன் இருக்கு அவ எல்லாத்தையும் நனைந்து வந்தா ஃபைன் அடிக்கும். டைரக்ஷன் ரைட் വാട്ടർ ഫൗണ്ടൻ அலௌட் இல்ல ப்ரோ. அண்ணே அல நனைந்து வந்தா ஃபைன் அடிக்கும். ഫൈൻ ஓகே வெள்ளத்தி நனைந்து டைம் எங்க தெரியும்? டைரக்ஷன் ரைட்னா ரைட் லெஃப்ட்னா லெஃப்ட் எந்திரிச்சு இடம் மாறாம பாடல்ல 10:23 53 வந்துருங்க. half an hour டைம். 10:50 டிக்கெட் சேட்டி ஆச்சுங்க. ஓகே ഇരിക്കരുത്. സൈഡിൽ കൂടെ പോയിട്ട് അത് നടുക്ക് പോകാലോ. പതിയെ ചവിട്ടി വേണം, പതിയെ ചവിട്ടി വേണം. അയ്യോ പയ്യെ പോ. നീ ഇത് തന്നെ നീങ്ങുന്നത്. നമ്മൾ ഭയങ്കര ഫോട്ടോ ഒക്കെ അതിന് എടുക്കാതിരിക്കാനായിരിക്കല്ലേ പുറയിലോട്ട് പോകും. പുറയിലോട്ടല്ലോ ഇത് ചിരിക്കാനുള്ള. ഈ ബോട്ടിൻ്റെ മെക്കാനിസം മനസ്സിലാക്കി വരുമ്പോൾ തന്നെ അരമണിക്കൂറാകും കേട്ടോ. ഇവന്മാർ ഇടത്തോട്ട് ഇരിക്കുമ്പോൾ വലത്തോട്ടും വലത്തോട്ട് ഇരിക്കുമ്പോൾ ഇടത്തോട്ടും ഒക്കെ. ഈ സാധനം എങ്ങനെയെങ്കിലും കറക്കി തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയുള്ള യുദ്ധമായിരിക്കും ഈ അരമണിക്കൂറിൻ്റെ അകത്ത്. അങ്ങനെ ഇത് കറക്കി പിടിച്ച് അരമണിക്കൂറിൻ്റെ അകത്ത് എങ്ങനെ കൊണ്ടുവരാമെന്ന് പ്ലാൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ 3/4 മണിക്കൂറാകും. പക്ഷേ ഞങ്ങൾ കറക്റ്റ് ടൈമിൽ വന്നു കേട്ടോ. ഒത്തിരി പണി കിട്ടുമെന്ന് ഉറപ്പുള്ള കാരണം തന്നെ ഞങ്ങൾ ഒത്തിരി ലോങ് ഒന്നും പോയില്ല. ആ ഫൗണ്ടൻ്റെ അവിടെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് ഞങ്ങളിങ്ങി പോകുന്നു. ഏകദേശം 15 മിനിറ്റ് ഒരു 12 മിനിറ്റ് വൺ സൈഡ് അങ്ങോട്ട് നോക്കി തിരിച്ച് അതേപോലെ തന്നെ കറങ്ങി തിരിഞ്ഞ് വരുമായിരുന്നു. ആ സമയം കറക്റ്റ് ഞങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു കറക്റ്റ് 30 മിനിറ്റിൽ തന്നെ ഞങ്ങൾ ലാൻഡ് ചെയ്തു കേട്ടോ. രസമായിരുന്നു എല്ലാവരും കൂടെ ഉള്ള ഒരു ബോട്ട് യാത്ര. അതും ഒത്തിരി നാളിന് ശേഷം എല്ലാവരും കൂടെ. പറഞ്ഞു വന്നപ്പോൾ രാവിലത്തെ ഫുഡൊന്നും കഴിച്ചില്ല. ഞങ്ങൾ കാപ്പി കുടിച്ച് ജസ്റ്റ് ഒരു ബ്രെഡ് ഓംലെറ്റൊക്കെ അടിച്ച് എല്ലാവരും സമൂസായും ബ്രെഡ് ഓംലെറ്റും ഒക്കെ അടിച്ച് നിൽക്കുന്ന ആ ഒരു എനർജിയിലാണ് നിൽക്കുന്നത് കേട്ടോ. രാവിലത്തെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. നേരെ വന്ന് ലേക്കിൽ ഇറങ്ങുമായിരുന്നു എല്ലാവരും. തിരിച്ചിറങ്ങുമ്പോൾ ഫുഡ് കഴിക്കാമെന്നുള്ള ലെവലിൽ ആ ഒരു സെറ്റപ്പിലാണ് എല്ലാവരും ഇരിക്കുന്നത്. വിശപ്പില്ല, കാരണം രാവിലെ അത്യാവശ്യം എല്ലാവരും ബ്രെഡ് ഓംലെറ്റും സമൂസയും ചായയും എല്ലാം കൂടെ കുടിച്ച കാരണം എല്ലാവരും ഫുള്ളായിരുന്നു. അതുകൊണ്ട് പിന്നെ പിള്ളേർക്കും എല്ലാം അവർ ബിസ്ക്കറ്റ് സാധനങ്ങളെല്ലാം കൊടുത്ത് സെറ്റാക്കി ഇരുത്തിയേക്കുമായിരുന്നു. അങ്ങനെ തിരിച്ചിറങ്ങുമ്പോൾ ഫുഡ് കഴിക്കാമെന്നുള്ളൊരു സെറ്റപ്പിലാണ്. ഈ ഫൗണ്ടൻ ഇത് ഇവർ ഈ ലേക്കിൽ കുറേ സ്ഥലത്ത് ഈ ഫൗണ്ടൻ ഉണ്ട് കേട്ടോ. നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലേക്കിന് ചുറ്റും എനിക്ക് കൃത്യമായിട്ട് ഞാൻ നോക്കിയപ്പോൾ ഒരു 4 കിലോമീറ്ററോളം ഈ ലേക്ക് ചുറ്റി വരാൻ വേണം. പണ്ട് ഞാൻ അന്ന് വന്ന സമയത്ത് ഞാൻ സൈക്കിൾ ചവിട്ടി പോയതാണ്. ഈ ലേക്കിന് ചുറ്റിനും സൈക്കിൾ ചവിട്ടി വന്നതാണ്. ഞാൻ ഇന്ന് കാറിന് പോയി നോക്കിയപ്പോൾ 4 കിലോമീറ്റർ ഉണ്ട് ഈ ലേക്കിന് ചുറ്റും. ഈ കാണുന്ന നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ കുറച്ചേ ഉള്ളെന്ന് തോന്നും, പക്ഷെ അങ്ങനെയല്ല. ഇതിങ്ങനെ അങ്ങോട്ട് നല്ല അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നല്ലപോലെ വളഞ്ഞും വളഞ്ഞൊക്കെ ഒത്തിരി കിടപ്പുണ്ട് കേട്ടോ. ചുറ്റി വരാൻ 4 കിലോമീറ്റർ എടുക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്, കാരണം ഞാൻ ചെക്ക് ചെയ്തതാണ്. അത് ഈ സൈഡിലോട്ടൊരു ചെരുവാ, എൻ്റെ സൈഡിലോട്ട്. പക്ഷെ അത് ഞാൻ പിടിച്ചിരിക്കുക. ചെറിയ കീക്കിന്നൊരു ശബ്ദം കേട്ട് നമുക്ക് അങ്ങോട്ട് ചേർക്കാം. നമുക്ക് ഒരുമിച്ച് പോകാന് മത്സരം വെച്ചാലോ? അല്ല, എടാ ഇത് പറഞ്ഞു പോകുന്നില്ലേ? ഇത് വെയിറ്റ് കൂടുതലാ. ഞങ്ങൾ
ഇഞ്ചോടിഞ്ച് പോരാട്ടം, ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഒരു വള്ളപ്പാട്, 4 വള്ളപ്പാടായാലേ. അതൊക്കെ പോകുന്നില്ലല്ലോ. ഞങ്ങള് മത്സരമായിരുന്നു ചേട്ടാ. ആമയുടെ മുകളിൽ തണ്ടർ വീഴാണ്. അവര് മഴ പിടിച്ചിരിക്കുമ്പോൾ നമുക്ക് റിവേഴ്സ് എടുത്ത് പുറകിലോട്ടാണ് പോയത്. പിന്നെ മുന്നോട്ട് എടുത്തിട്ട് പോകുന്നില്ല. സ്പീഡ് ഉണ്ടത്. അതാ എന്തായാലും അങ്ങോട്ട് പോകുന്നത് ആ പെമ്പിള്ളാണ് അങ്ങോട്ട് പോകുന്നത്. ഇത്ര നേരം മര്യാദയ്ക്ക് പോയിക്കൊണ്ടിരുന്ന വണ്ടിയാണ്. ഇല്ല വേറെ പോകുന്നുണ്ട്. നേരെ അങ്ങ് പോണം, എന്നാലേ എത്തത്തുള്ളൂ. 10:45 അപ്പടുന്ന് നമ്മൾ തിരിച്ചെടുത്തോണ്ട് എല്ലാം നനഞ്ഞ് മാറി. അതിൻ്റെ നടുക്കൂടെ പോകാം, അതിൻ്റെ ഇടയിൽ ആ വെള്ളം വീഴുന്നതിൻ്റെ ഇടയിൽ കൂടെ. കുറച്ച് ക്ലോസ് റേഞ്ച് വരാം. അങ്ങനെ അതിൻ്റെ അടുത്ത ആ തുള്ളി വീഴുന്നുണ്ട. അതിൻ്റെ അവിടെ നിന്ന് ശരിക്കും വരാം. ശരിയാണ്. അവിടെ ചെന്ന് ഇതായില്ലെങ്കിൽ പിന്നെ ട്രെയിൻ അടക്കേണ്ട വരുന്നത്. അവിടെ ഉണ്ടോ നിങ്ങൾ എടുക്കട്ടെ. എവിടെയുടെ വാട്സപ്പ് ഇടാനോ അതെ പതിയെ എറുപ്പിലൊന്നും കുഴപ്പമില്ല. ഞാനേ ഓടി ഞാൻ പറഞ്ഞുണ്ട് ഈ വെള്ളം വീഴുന്നുണ്ട്. അതിൻ്റെ അകത്തോട്ട് കയറണം. പിന്നെ അതെ അവിടെ നിന്ന് ഉറക്കി നിൽക്കല്ലേ. അന്നേ തിരിച്ചുവിടി. ഞങ്ങളോടാണോ? ആര് ഞങ്ങളോടോ? നമുക്കറിയത്തില്ലല്ലോ. അവര് വരട്ടെ, അവര് ഹോൾഡ് ചെയ്തു മുന്നോട്ട് പോകാതെ പുറകോട്ട് പോകാൻ. ഇതാ വീട് നമ്മുടെ ഫ്രണ്ടിലോട്ട് ഇപ്പൊ കംപ്ലൈന്റ് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങക്ക് വേറൊരു വണ്ടി കംപ്ലൈന്റ് പോകുന്നില്ല. എന്നാണ് എടാ അവനെ കയറ്റി വിട്ടെ. കയറ്റി വെച്ചേട്ടാ അവരെ ഫ്രണ്ടിൽ വെച്ചോ. ഇവിടെ പിടിച്ചേട്ടാ ഫ്രണ്ടിൽ. നീ നോക്കിക്കടാ. എന്താ ആര് വേണം വെറുതെ വയ്ക്കാൻ ചേട്ടാ എടാ ഇങ്ങോട്ട് നോക്കി. ഷാജാനെങ്കിൽ നോക്കി. ഷാജാനെങ്കിൽ നോക്കി. സലായേ
നേരെ ചവിട്ടി വാ. വളച്ചോണ്ട് വാ, വളച്ചോണ്ട് വാടാ, ഇങ്ങോട്ട് വാ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരു ഫാമിലി സൈക്കിളെ കയറി കേട്ടോ. 2 പേർക്ക് ഔട്ടാകുന്ന സൈക്കിളാണ്. അതിൻ്റെ അകത്ത് ഞങ്ങൾ 3 പേരും കൂടെ പോവാ. രസമായിരുന്നു കേട്ടോ. ഇത് ഈ ലേക്കിന് ചുറ്റിനും ഒത്തിരി ഷോപ്പിംഗ് ചെയ്യാനുള്ള പരിപാടി, അതിൽ ഒത്തിരി കടകളുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒറ്റ കറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എല്ലാം കയറി ഇറങ്ങി ഈ സൈക്കിളെ പോവാം. ഈ സൈക്കിൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അരമണിക്കൂറാണെന്ന് തോന്നുന്നു. നേരത്തെ ഈ ലേക്കിന് ചുറ്റും വരാനുള്ള സമയവന്മാർ തരുന്നുണ്ടായിരുന്നു പണ്ട് ഞാൻ വന്നപ്പോൾ. ഇപ്പം അരമണിക്കൂറാണ്. എല്ലാ പരിപാടിയും അരമണിക്കൂറിലോട്ട് അവന്മാർ ചുരുക്കി കേട്ടോ. നമുക്ക് ഈ 4 കിലോമീറ്റർ മണിക്കൂറിലൊന്നും ചവിട്ടി വരാൻ പറ്റത്തില്ല. പണ്ട് ഇവിടെ നിന്ന് ഒരു റൗണ്ട് എടുത്താൽ ലേക്ക് റൗണ്ട് എടുത്ത് തിരിച്ച് അവിടെ തന്നെ വന്ന് കൊണ്ടുവച്ചാൽ മതിയായിരുന്നു. അങ്ങനെയായിരുന്നു സെറ്റപ്പ്. ഇപ്പം അത് മാറി അരമണിക്കൂർ എവിടം വരെ പോകുന്നു അവിടം വരെ പോയിട്ട് തിരിച്ച് അരമണിക്കൂറിനാകും. അങ്ങനെ കുറേ നേരം ചവിട്ടി ലേക്കിൻ്റെ ചുറ്റും കുറേ നേരം നടന്നു. കുറേ കടകൾ, സാധനം മേടിക്കാൻ കുറച്ച് കടകൾ കണ്ടുവെച്ചു കേട്ടോ. കാരണം 1-2 ഐറ്റം ചോക്ലേറ്റ്സ് ഒക്കെ മേടിക്കേണ്ട കടകൾ കുറച്ച് 1-2 എണ്ണം കണ്ടുവെച്ചു. തിരിച്ചു വരുമ്പോൾ മേടിക്കാമെന്നുള്ള സെറ്റപ്പിൽ വണ്ടിയുണ്ട് കേട്ടോ. അത്യാവശ്യം വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരുന്നുണ്ട്. 1 വേ ആണെന്ന് പറഞ്ഞാലും ഇടയ്ക്ക് ഇങ്ങോട്ട് ഏതൊക്കെയോ ചെറിയ ചെറിയ വണ്ടികൾ ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 1 വേ ആണ്. നമുക്ക് നേരെ ഇതിലേ പോകാമെന്നുള്ളതേ ഉള്ളൂ. എനിക്ക് ഇടയ്ക്ക് നോക്കിയപ്പോൾ 1-2 വണ്ടികൾ ഇങ്ങോട്ട് വന്നു. ഇവിടെ ഒത്തിരി കടകളുണ്ട്. തുണിക്കടയും വുഡിൻ്റെയും പിന്നെ ചോക്ലേറ്റ്സിൻ്റെ കടകൾ ഒത്തിരി ഉണ്ട്. അങ്ങനെ ഒത്തിരി കടകളുണ്ടായിരുന്നു. കുറച്ച് കടയൊക്കെ അടച്ചിട്ടേക്കുമായിരുന്നു. പിന്നെ നമ്മൾ ഇവിടെ നിന്നാണ് കേട്ടോ ഫുഡ് കഴിച്ചത് ചിക്കൻ ബിരിയാണി ആയിരുന്നു. ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി ആയിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല എരിവുണ്ടായിരുന്നു. കുരുമുളകിൻ്റെ അതിപ്രസരം. ബിരിയാണി അടിപൊളിയായിരുന്നു. പക്ഷേ എരിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത എരിവായിരുന്നു കേട്ടോ. നല്ല ചൂട് ബിരിയാണി ആയിരുന്നു. എല്ലാവരും കഴിച്ചു. നമ്മൾ വെളിയിലിറങ്ങി കഴിക്കാൻ ഓർത്താണ്. അപ്പോഴേക്കും അവിടെ ബിരിയാണി കണ്ടത്. അപ്പോൾ എല്ലാവരും അവിടുന്ന് തന്നെ ഞങ്ങൾ നിർത്തി ഫുഡെല്ലാം കഴിച്ച് സെറ്റായി കേട്ടോ. പിന്നെ കുറേ സ്ഥലത്ത് എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് കുറേ പേർക്ക് ഇവിടെ കടയുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. 1-2 മലയാളികളുടെ കടയും എല്ലാം കണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പേരുണ്ട്. എനിക്കിനി അവർക്ക് മലയാളം ശരിക്കും അറിയാവുന്നതാണോ എന്ന് അറിയത്തില്ല, തമിഴരാണോ എന്നും നമുക്കറിയത്തില്ല. പക്ഷെ അവർ നല്ലപോലെ മലയാളം പറയുന്നുണ്ടായിരുന്നു. ഈ സൈക്കിൾ നമുക്ക് എത്തത്തില്ല കേട്ടോ. നമ്മുടെ മുട്ട് വന്ന് മറ്റേ നമ്മുടെ ഹാൻഡിലടിക്കും. നമുക്ക് പറ്റിയ സൈക്കിളല്ല. നമ്മൾ ഈ ഫാമിലി ആയിട്ട് പോകുന്ന സൈക്കിളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമുക്ക് ഇരുന്ന് ഓടിക്കാൻ ഭയങ്കര പാടാണ്. പിന്നെ ഇവിടെ ഇതേ കിട്ടത്തുള്ള കാരണം നമ്മൾ അതും വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. നമുക്ക് ചവിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം കാല് വന്ന് നമ്മൾ ഹാൻഡിലേ തട്ടും. അപ്പം ആ ഒരു സെറ്റപ്പിലാണ് നമ്മൾ. പിന്നെ അവിടെ നിന്ന് അടുത്ത നേരെ പില്ലർ റോക്സും ഗുണാക്കേവും കാണാൻ വേണ്ടി പോയതാണ് കേട്ടോ. വണ്ടി കൊണ്ടിട്ടതേ കുരങ്ങുകളുടെ സംസ്ഥാന സമ്മേളനം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. വണ്ടി മുഴുവൻ വണ്ടിയുടെ മണ്ടയിലെല്ലാം കയറി അത് മുഴുവൻ ഒരു രക്ഷയില്ലായിരുന്നു. നമുക്ക് പിള്ളേരൊക്കെ അതിൻ്റെ പുറകെ കിടക്കും. പക്ഷേ ഇത് ഉപദ്രവിക്കും കേട്ടോ. ഞങ്ങളവിടെ നിൽക്കേ 1-2 പേരുടെ പേഴ്സ് തട്ടിപ്പറിച്ചുകൊണ്ട് പോയി. ഒരു പുള്ളിക്കാരുടെ കയ്യിൽ നിന്ന് കൊച്ചിന് കൊടുക്കാനുള്ള പാലൊക്കെ തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ ഗുണാക്കേവിൻ്റെ അവിടെ എത്തി. ഇതൊക്കെ പുതുതായിട്ട് പണിത് വെച്ചാന്ന് തോന്നുന്നു. ഇങ്ങനെയുള്ള സെറ്റപ്പൊന്നും ഇല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ കുറച്ച് നാളായിട്ടുണ്ടാവുള്ളൂ ഇതിങ്ങനെ ഗുണാക്കേവ് എന്നുള്ളൊരു തുരങ്കം പോലെയൊക്കെ സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. അവിടെയാണ് ഇത് ടിക്കറ്റ് എടുക്കുന്ന അവിടെ തന്നെയാണ്. ഒരാൾക്ക് 10 രൂപയാണെന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് സാധാരണ ഇന്ത്യക്കാർക്ക് 10 രൂപയും ഫോറിനേഴ്സിന് 100 രൂപ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. 10 രൂപയായിരുന്നു. അപ്പം നമ്മൾ 12 പേർക്കാണ് എടുത്തത്. ബാക്കി കൊച്ചു പിള്ളേരായിരുന്നു. അവർക്ക് 3 പേര് കൊച്ചു പിള്ളേരായ കാരണം അവർക്ക് എടുക്കണ്ടായിരുന്നു. 120 രൂപ കൊടുത്ത് ഞങ്ങൾ അകത്ത് കയറി എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോ എടുക്കും കേട്ടോ. ഇപ്പം സെൽഫി എടുക്കാനുള്ളൊരു പോയിൻ്റ് പോലെ ആ ഗുണാക്കേവ് എന്ന് എഴുതിയ സ്ഥലത്ത് എല്ലാവരും ഉണ്ട്. അപ്പം അങ്ങനെ കയറി അവിടെ തന്നെ ഇരുന്ന് എല്ലാവരും കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് മുന്നോട്ട് കയറി പോവുക. ഇപ്പോൾ ഒരു 5 മണി വരെ ഏതാണ്ട് ഇവിടെ ഉള്ളെന്ന് തോന്നുന്നു കേട്ടോ. 5 മണി 5:30 വരെ ഏതാണ്ട് ഇവിടെ കയറ്റി വിടുകയുള്ളൂ. ഇപ്പം ഞങ്ങൾ വന്നപ്പോൾ തന്നെ 4-4:30 ആ സമയമായി. പെട്ടെന്ന് കയറി കണ്ട് ഇറങ്ങാൻ വേണ്ടിയുള്ള പ്ലാനാണ്. അല്ലെങ്കിൽ അവർ വരും, അപ്പോഴേ വരും. അവിടുന്ന് ഗാർഡുണ്ട്. സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ വന്ന് അവർ വിസിലടിച്ച് കയറ്റും. അപ്പോൾ ലേറ്റായിപ്പോയി ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ 2 വണ്ടിയും 2 ഡയറക്ഷനിലേ പോകൊണ്ട് പാർക്ക് ചെയ്ത് പോയി. അതുകൊണ്ടാണ്. അങ്ങനെ ഞങ്ങളുടെ 2 ദിവസത്തെ കൊടൈക്കനാൽ പര്യടനം കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ചു വന്നു. അപ്പം അടുത്തൊരു യാത്രയിൽ വീണ്ടും കാണാം. താങ്ക് യു.